എവരിവൺ എല്ലാവരും സുഖമായി ഹാപ്പി ആയിരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ ഹാപ്പി ആയി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലുള്ളത് പെരിയയിലുള്ളത്. അപ്പോൾ ഒരു 9 മണിയെല്ലാം ആകുമ്പോൾ ഒരു ഫുൾ ഡേ വ്ളോഗ് എടുക്കാമല്ലോ എന്നെല്ലാം വിചാരിച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്ത് തുടങ്ങിയത്. നീതു രണ്ടാക്കും ചായ കൊടുക്കുന്നുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ കാര്യങ്ങളും ഗൗരീൻ്റെ എല്ലാ കാര്യങ്ങളും മേമയും അമ്മമ്മയും തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കൽ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ പോകുന്നത്. അമ്മ പൊറോട്ട എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇന്നലത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിട്ടില്ല ഞങ്ങൾക്ക് ഹോട്ടലുണ്ട് എന്ന്. അപ്പോൾ അവിടെ നിന്നിട്ടോ പൊറോട്ട. പശ വെച്ചിട്ട് ഒട്ടിച്ചാൽ മതി. അതെങ്ങനെ പൊട്ടിക്കുന്നത് കുഞ്ഞുമോനെ? നീ നോക്കട്ടെ കുഞ്ഞുമോനെ എങ്ങനെ പൊട്ടിക്കുന്നേ? അങ്ങനെ ഒരു ചൂടൻ പൊറോട്ടയും കടലക്കറിയെല്ലാം കൂട്ടി ഞാനും നീതും അമ്മയും എല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇതിലൊരു ജാഥ വന്നിട്ടാ, സ്കൂൾ പിള്ളേരെ ജാഥയായിരുന്നു. അപ്പോൾ അത് നോക്കി നിൽക്കലാന്ന്. ഗൗരിയും പിന്നെ കുഞ്ഞുമോനെല്ലാം അതിലെല്ലാം ഓടുന്നുണ്ട്. ബാൻഡ് മേളെല്ലാം കേട്ടിട്ട് കുറച്ച് നേരം അപ്പുറത്ത് നോക്കി, പിന്നെ ഇപ്പുറത്തേക്ക് വന്നിട്ട് നോക്കി. പണ്ടെല്ലാം ഞാനും നീതും അപ്പോൾ ഇങ്ങനെ ഘോഷയാത്ര ജാഥ അങ്ങനെല്ലാം പോകുമ്പോൾ ഇതുപോലെ ഓടിപ്പോയി ഒന്ന് നോക്കലുണ്ട്. അതെല്ലാം ഓർമ്മ വന്നു കേട്ടോ. ഇവർ ഈ ഒരു ഓട്ടവും പാച്ചിലെല്ലാം കാണുമ്പോൾ. ഇത് ഹോട്ടലിലേക്കുള്ള വെള്ളവും പിന്നെ ഈ കോളയാണ് കേട്ടോ. കോളയുടെ ഒരു റാക്ക് വന്നു. അത് സാധാരണ മുറ്റത്തിൻ്റെ ഒരു സൈഡിലാണ് വെക്കൽ. പിന്നെ ഇവർ രണ്ടാളും രാവിലെ തന്നെ അവരെ കളിക്കോപ്പെല്ലാം നിരത്തിയിട്ട് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ആശ്വാസം എന്താ വെച്ചാൽ ഫോണും ചോദിക്കില്ല, ടി വിയും ചോദിക്കില്ല. മണ്ണിലെല്ലാം കളിച്ച് അവരെ സാധനമെല്ലാം എടുത്ത് കളിച്ചുകൊണ്ട് നിൽക്കും. പിന്നെ എപ്പോഴെങ്കിലും ചോദിച്ചെങ്കിൽ ഐഫോൺ. അത് വലിയൊരു ആശ്വാസം വന്നിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ. ഞങ്ങൾ വീടും ഈ ഹോട്ടലും തമ്മിൽ ഒരു മുറ്റത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പുറമേ നിന്ന് പണിക്കായിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ. ബാക്കി പിന്നെ അമ്മ, അമ്മായി, അമ്മാവനെല്ലാവരും കൂടിയിട്ടാണ് അവിടുത്തെ പണിയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് ഈ ഇടയ്ക്കിടയ്ക്ക് മാത്രം ഇങ്ങനെ അവർ വന്നു പോകുന്നത് അതുകൊണ്ടാണ്. വീട്ടിലെ ജോലിയൊന്നും അങ്ങനെ കാര്യമായിട്ടുണ്ടാവില്ല. ഹോട്ടലിലാണ് മെയിനായിട്ട് ഇവരെ പരിപാടിയെല്ലാം. തീറ്റ മാത്രമേ ഇല്ലൂ. രാവിലെ ആയാലും രാത്രി ആയാലും ഉച്ചക്കായാലും നമ്മൾ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന ഫുഡ് തന്നെ കഴിക്കുന്നത്. അമ്മയും അമ്മായി എല്ലാവരും അവിടെ തന്നെയല്ലേ. പിന്നെ ഇവിടെ വീട്ടിൽ സ്പെഷ്യലായിട്ട് നമ്മളൊന്നും ഉണ്ടാക്കില്ല. അപ്പോൾ ഉച്ചക്കൽ ഇഷ്ടംപോലെ കറി ഉണ്ടാവും. എന്നാലും എന്തെങ്കിലും സ്പെഷ്യൽ ഉച്ചക്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഗോപി മഞ്ചൂരിയൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ടുള്ള കോളിഫ്ലവറാണ് ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളത്. ഇപ്പം അതിൽ കൂടി അശോകനും അമ്മാവനും കൊണ്ടുവന്നത് ചോറാണ് കേട്ടോ. ഹോട്ടലിലേക്കുള്ള ചോറാണ്. ഇനി നമ്മൾ ഇത്ര വലിയ പ്രശ്നമല്ല. അപ്പോൾ കുട്ടികൾ ഓടി വന്നു പഴംപൊരിയുമായി. എനിക്ക് വേണ്ടാമേ. അതിൻ്റെ ഇടയിൽ നീതുവിൻ്റെ ലൈവ് വോയിസ് ഓവർ ആയിരുന്നു നിങ്ങൾ കേട്ടത് കേട്ടോ. പിന്നെ അതവിടെ ഗൗരി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. രണ്ടാളും ഒന്നിച്ച് കളിച്ചുകൊണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ എന്തോ പ്രശ്നമാക്കിയിട്ട് ഒരാൾ മാത്രം കരയുന്നുണ്ട്. ഓൻ എന്തോ തല്ലേറ്റ് ചെയ്യുന്നു തോന്നുന്നു. നീ കരയുന്നായിട്ട് ഇത് അല്ല ഗൗരിമോളെ ഇതാ നീ കരയുന്നായിട്ട് ഇവനിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് സങ്കടപ്പെടുന്നേ. വിഷമായ മോനെ ചേച്ചി കരയുമ്പോ? ആയോലു നീ എന്തിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നേ? അടിയിലാക്കി കുറേ നേരം കരഞ്ഞുകൊണ്ടും മിണ്ടാതെല്ലാം രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടല്ലേ ഇരുന്നു കേട്ടോ. പിന്നെ കുറേ നേരം കഴിയുമ്പോൾ രണ്ടാളും കൂടി കട്ട കമ്പനിയായിട്ട് കളിക്കുന്നുണ്ട്. ഇവരെ കാര്യം അങ്ങനെ തന്നെയാണ് കേട്ടോ. ചില സമയത്ത് ഭയങ്കര സ്നേഹമായിരിക്കും, ചില സമയത്ത് ഇങ്ങനെ നിന്നെ ഞാൻ കൊല്ലുന്നില്ല കണക്കെ ആയിരിക്കും നിൽക്കുന്നത് കേട്ടോ. അതുകൊണ്ട് അവരെ കാര്യത്തിൽ ഞങ്ങൾ ആരും ഇടപെടില്ല. ചാക്ക് കണക്കിന് മൈദ എന്ത് കൊണ്ടുവച്ചേക്കുന്നതെന്ന് വിചാരിക്കേണ്ട. നമ്മൾ ഹോട്ടലിൽ പൊറോട്ടക്കെല്ലാം മൈദ വേണമല്ലോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചാക്ക് കണക്കായിട്ടാണ് എല്ലാ സാധനവും കൊണ്ടുവരത്തുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ കോളിഫ്ലവർ അല്ല ഗോപി മഞ്ചൂരിയന് വേണ്ടിയിട്ട് കുറച്ച് മൈദ വേണമല്ലോ. അപ്പോൾ അങ്ങനെ ചാക്കിന്ന് ഒരു 2-3 സ്പൂണ് മൈദ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എല്ലാ സാധനവും ഹോട്ടലിലേക്ക് കൊണ്ട് എല്ലാ സാധനവും അതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യൽ. ബാക്കിയുള്ള സാധനമല്ല അപ്പോൾ നേരത്തെ തന്നെ എത്തിച്ചു തന്നെ കേട്ടോ. പറയേണ്ട താമസം ഉണ്ടായില്ല. സ്പെഷ്യലായിട്ട് ആക്കുന്നതെല്ലാം പറയുമ്പോൾ കുറച്ച് ഉഷാറ് കൂടുതലാകും. ബാക്കി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞാലും കിട്ടില്ല സാധനം. അപ്പോൾ ആ കോളിഫ്ലവറിൽ ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി സാധനമെല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഗോപി മഞ്ചൂരിയനെല്ലാം റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഉണ്ടല്ലോ എനിക്ക് എന്തോ അല്ലെങ്കിൽ പോലെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല ഈ പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് തരുമ്പോൾ. എന്തെല്ലോ മിസ്സിങ് ആയ പോലെ തോന്നുന്നു. ഇനി സോസിൻ്റെ എന്തെങ്കിലും കുറവാണോ, ഇനി ആ റെഡ് കളർ ഇല്ലാഞ്ഞിട്ടാണോ അറിയില്ല. അല്ലെങ്കിൽ ഉണ്ടാക്കി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഒന്നും ഇല്ലാത്ത പോലെ തോന്നുന്നു. പക്ഷെ എല്ലാവരും കഴിച്ചു അടിപൊളിയാണെന്ന് പറഞ്ഞു. വെറുതെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞോ അറിയില്ല കേട്ടോ. എന്തായാലും കഴിഞ്ഞു. അപ്പോൾ ഇതാ ഗൗരിയും കുഞ്ഞുമോനെല്ലാം അടിപിടിയെല്ലാം കൂടിയതിന് ശേഷം ഒരേ പ്ലേറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അടിപിടിയെല്ലാം കൂടിയതിന് ശേഷം രണ്ടാളും കൂടി ചോറ് ഉണ്ണുന്നുണ്ട്. സമാധാനപരമായിട്ട് ചോറ് ഉണ്ണുന്നുണ്ട്. ഇപ്പോൾ അടുത്ത കൂടി
തൊണ്ട കുടിച്ചണ്ടായിരുന്നു. ഗൗരി വിജയിച്ചിരിക്കുന്നു. കുഞ്ഞുമോൻ സെക്കൻഡ് എത്തിയിരിക്കുന്നു. കുഞ്ഞുമോൻ സെക്കൻഡ്. ചോറ് കഴിക്കാൻ വേണ്ടി മടി കാണിച്ചിട്ട് വെച്ചാൽ ആര് ഫസ്റ്റ് ആവും, ആര് വേഗം തിന്ന് തീർക്കുന്നെല്ലാം പറഞ്ഞിട്ട് പ്രോത്സാഹിപ്പിച്ച് അവരെ രണ്ടാളെ കൊണ്ട് മൊത്തം കഴിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പണ്ട് തൊട്ട് എല്ലാവരും പിള്ളേരോട് അങ്ങനെ തന്നെ ചെയ്ത്, ഇപ്പോഴും അതന്നെ അവസ്ഥ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ ചോറിട്ടിട്ടുണ്ട്. സാമ്പാർ, ഗോബി മഞ്ചൂരിയൻ, പിന്നെ എന്തോ വറവ്, പിന്നെ മത്തി പൊരിച്ചത്. ഇപ്പോൾ ചോറിലുണ്ട് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഫോൺ തരുമോ എന്ന് രണ്ടാളിങ്ങനെ അപേക്ഷിച്ചുകൊണ്ട് കുറച്ച് നേരത്തേക്ക് ഫോൺ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ഉറങ്ങിയിട്ടോ. അല്ല ഇതല്ലേ ഞങ്ങൾ ഒരു രക്ഷണം അലുവ കഴിക്കുമ്പോഴേക്ക് അമ്മാവൻ ഐസ്ക്രീം കൊണ്ടുവന്നു. പിന്നെ എന്ത് അലുവ, ഞങ്ങൾക്ക് ഐസ്ക്രീം മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പം തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നുണ്ട് രണ്ടാൾക്കാരും. പിന്നെ കണ്ട സ്ഥിതിക്ക് പിന്നെ രക്ഷയില്ലല്ലോ, രണ്ടാൾക്കും ഓരോരോ പാത്രത്തിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 7 മണിയെല്ലാം ആകുമ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കിടെ സാധാരണ 7 മണിക്കാട്ടോ ചായ കുടിക്കൽ. 9:30 ആകുമ്പോൾ ചോറുണ്ണും. പണ്ട് തൊട്ടേ അങ്ങനെ തന്നെ, ഇപ്പോഴും അങ്ങനെ തന്നെ. നീതു നല്ല വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇടിയപ്പമായിരുന്നു ചായക്ക് ഉണ്ടായത്. നമുക്കിടെ എന്തെങ്കിലും കാര്യമായിട്ട് കുറച്ച് ഹെവി ആയിട്ടുള്ള സംഭവം തന്നെ ഉണ്ടാവും ചായക്ക്. ചോറ് അത്രേ കഴിക്കും എല്ലാവരും. പിന്നെ എന്നോട് ഉണ്ടാക്കുമ്പോൾ ഈ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുക്കണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തെല്ലോ കാരണം കൊണ്ട് അത് മറന്നു കേട്ടോ. അമ്മ അതാ വല്യമ്മ അവിടെ ഇരുന്ന് സീരിയൽ കാണുന്നുണ്ട്. ഇവിടെ ഒരു 6:30 തൊട്ട് എത്ര മണി വരെ സീരിയൽ ഉണ്ട് ഏഷ്യാനെറ്റിൽ, അത്രയും നേരം ഇവിടെ TV ഓൺ ആയിരിക്കും കേട്ടോ. സീരിയൽ തന്നെ മെയിൻ. അപ്പം ഞാനും എല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ ഞാൻ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ, വീഡിയോ നന്നാക്കാനുണ്ടെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്ക്സ് പറയാനുണ്ടെങ്കിലും കമൻ്റായിട്ട് അറിയിക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത്രയൊക്കെയുള്ള വീഡിയോ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.